ഗൈസ് ഇന്ന് ഞാൻ അയിലക്കറി ഉണ്ടാക്കാൻ പോവാണ്. ലേറ്റായി പോയി. അയില ഫ്രഷാക്കുന്ന ഇവിടെ ഉരുവാണെങ്കിൽ കിണ്ടി വെച്ചിരുന്നു. അല്ല ഉള്ളി മസാല ജസ്റ്റ് മേടിക്കുന്നു. മസാല ഉണ്ടാക്കുന്നു. ഉള്ളി തക്കാളി മസാല ഇവിടെ കിടക്കുന്നത്. ഇത് കറക്കാൻ വേണ്ടിയിട്ട് അയില വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാം വേണം ഞാൻ ഒരു കൈ കൊണ്ട്. ഹെൽപ്പിങ്ങിന് ആളില്ല ഗായ്സ്. അപ്പോൾ നമ്മൾ തനിച്ചുണ്ടാക്കണം ഗായ്സ്. ക്യാമറ എവിടെയൊക്കെ വെച്ച് സെറ്റാക്കിയിട്ട് വേണം. അതിൽ കൈ കൊടുക്കാം. അയിലക്കറിയാണ് മാനേജ്. അയിലക്കറി കഴിച്ചിട്ട് പറയും. നല്ല പൊടി ഇട്ടാൽ ആയില്ല. ചാളക്കറി കഴിച്ചിട്ടില്ല പുളി ഇട്ടുണ്ട്. അതേപോലെ അയിലക്കറി നല്ല ക്യാമറ ചേർക്കുന്നില്ല. ക്യാമറ ഒന്നും ശരിയല്ല. ക്യാമറ തന്നെ മാറ്റണം. കുഞ്ഞിനായിട്ടാണ് 80,000 പറയുന്നത്. 80,000 കുഞ്ഞിനായിട്ടാണ്. എന്തെല്ലാം ആണോ ചീറ്റിപ്പോയി കൊണ്ടെടുക്കാൻ നോക്കണം. എല്ലാം ചീറ്റിപ്പോയിട്ട് കൊണ്ടെടുക്കണ്ട. വെള്ളം കളക്കണം നോക്കണം. അങ്ങനെ അതിൻ്റെ കയ്യിൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്ത് ചെയ്യുക? ഇവിടെ മസാല കൂടിയാണ് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. കൂടി കഴിയുമ്പോൾ എന്ത് ചെയ്യണം? വാക്കണം. എന്ത് കട്ടാക്കിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയാ കുറച്ചിടാം. ഒരു ശർക്കര മതി, പാറിയാൽ മതി. മഞ്ഞൾപ്പൊടി പാറിയാൽ മതി. പിന്നെ അടിപൊളി കാശ്മീർ ചില്ലി ഉണ്ട്. ഇട്ടാകുമ്പോൾ കിളി പോകും കാശ്മീർ ചില്ലി. ഇതൊക്കെ നമ്മളെ കൈ അങ്ങനെ നമ്മളെ കണക്കൊക്കെ പറയണമെങ്കിൽ മതി. ഓവറാക്കി കഴിഞ്ഞാൽ എന്ത് കുറച്ച് അത്രയും നല്ല ചില്ലിയാണ്. കളറൊന്നും മാറും. എത്ര പെട്ടെന്ന് കളർ മാറുന്നു. ഫിഷ് മസാല ഇടണം. ഫിഷ് മസാല ഇടയ്ക്കൊക്കെ കത്തിരിയൊക്കെ കഴിക്കണം. സമയമൊക്കെ കുറച്ച് മുളക് പോകും. കാരണം അത് അടിയിലേക്ക് വെക്കുമ്പോഴേ മസാലൻ്റെ കളറാണെങ്കിൽ ഇങ്ങനെയാണ് മസാല. നമ്മൾ ഇട്ടിട്ട് നമ്മൾ ലാസ്റ്റ് നമ്മൾ നോക്കും ഇനി കൂടുതൽ വേണോ വേണ്ടേ. മസാല ഇതിലേക്ക് കറിവേപ്പ് മസാല കാണിച്ചിട്ട് വെള്ളം കൂടി വെള്ളം എനിക്ക് എന്താ ഇട്ടണം? നമ്മൾ മറ്റേ ഇത് വേണം, അരിച്ചെടുക്കണം. ഇതിലേക്ക് കറിവേപ്പ് ഇപ്പോഴത്തെ ഇവാക്കി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും പോയി വൈബ്. കറിവേപ്പ് പറഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ കറിവേപ്പ് ഇങ്ങനെ എടുത്തിട്ട് പിന്നെ മസാല ഇവിടെ റെഡി വരാം. മസാലയിൽ വെള്ളം സ്മെല്ല് ഉണ്ടാവും. ഈ സ്മെല്ല് കിട്ടാണ്ട് ആൾക്കാർ വരുന്നുണ്ട്. ആരെ ഈ ഫിഷ് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കറിവേപ്പ് ഇടുന്ന കറിവേപ്പ് അടിപൊളി മീൻകറി അങ്ങനെ നമുക്ക് റെഡിയാക്കാം. ഓക്കെ. കറിവേപ്പ് നാടനാട്ടോ, വീട്ടിൽ നിന്ന് കൊടുക്കുന്നതാണ്. പെരയപ്പോയപ്പോൾ പെരേന്ന് കൊടുക്കുന്നതാണ്. നമ്മൾ നാടനെ കഴിക്കുള്ളൂ. കറിവേപ്പും മുളക് അതേപോലെ മസാല വീട്ടിൽ നിന്ന് വരുന്ന മസാല നാടൻ. അല്ലാതെ നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന പരിപാടിയില്ല. മസാലപ്പൊടികളൊന്നും നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കാറില്ല. മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരുന്നതാണ്. മഞ്ഞൾപ്പൊടി മുളക് പൊടി വീട്ടിൽ പോകുമ്പോഴേ അതാണ് കൊണ്ടുപോകും. ഇതെന്ത് ചെയ്യാം? ഈ പുളിൻ്റെ വെള്ളം ഉണ്ടല്ലോ അത് ഒഴിച്ചെടുത്ത് തിളപ്പിച്ച് ഒന്ന് പിഴിഞ്ഞെടുക്കണം.
ഈ പുളിവെള്ളം തീർത്തി നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ എന്തായി ഒന്നുകൂടി സാധാ ഭയങ്കര അടിപൊളിയാവും. ഇതിന് തിളച്ചിങ്ങനെ പറഞ്ഞു അപ്പോഴത്തെ മന്തിയും ഇതിലേക്ക് കുറച്ച് പച്ചവെള്ളം കൂടി കൊണ്ടുവരും.